ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 41 പോയിന്റ് ഉയർന്ന് 24,811 മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൺസ്യൂമർ ഡ്യൂറബിൾസ്, മെറ്റൽ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളാണ് ഇന്ന് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങിയതിന് പിന്നിൽ പ്രധാനമായും പങ്കുവഹിച്ചത്. നിഫ്റ്റി 50യിൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ടോപ്പ് ഗെയിനറായി മാറി. ഗ്രാസിം ഇൻഡസ്ട്രീസ് 2.65% ഉയർന്നപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 2.4%, ഭാരതി എയർടെൽ 1.60% ഉയർന്നു. വിപ്രോ 1.35%, NTPC 1.25%, ടാറ്റ മോട്ടോഴ്സ് 1.22% ഇടിയുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $72 പെർ ബാരൽ എന്ന ലെവൽ. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.28% ഉയർന്ന് $76.33 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇന്ന് 0.39% ഇടിഞ്ഞ് 304 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 52.51, 52 വീക്കായി 340, 52 വീക്കിലോ 127. ബെൽ എന്ന കമ്പനിക്ക് 695 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഈ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ ബെല്ലിൻ്റെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 5,920 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ ബെൽ എന്ന കമ്പനി സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന നിഫ്റ്റി 50 ഇൻഡെക്സ് റീജിംഗിൽ നിഫ്റ്റി 50യുടെ ഭാഗമാകാൻ പോവുകയുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ $442 മില്യൺ ഫണ്ട് ഇൻഫ്ലോ ബെൽ എന്ന സ്റ്റോക്കിലേക്ക് വരികയും ചെയ്യും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും റീസെൻ്റ്ലി കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബെല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ച് 776 കോടിയും കമ്പനിയുടെ റവന്യൂ 19.6% വർദ്ധിച്ച് 4,198 കോടിയുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. JM ഫിനാൻഷ്യൽ ബെൽ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 360 രൂപയുടെ ടാർഗറ്റും നൽകി. സ്ട്രോങ് ഓർഡർ പൈപ്പ് ലൈനിൻ്റെ പശ്ചാത്തലത്തിലാണ് ബൈ എന്ന റേറ്റിംഗും 360 രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. നവോമ എന്ന ബ്രോക്കേജ് ഏജൻസി ഹോൾഡ് എന്ന റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിന് 304 രൂപയുടെ ടാർഗറ്റാണ് നവോമ നൽകിയിരിക്കുന്നത്. ഇവിടെ റേറ്റിംഗിൻ്റെ പശ്ചാത്തലത്തിൽ മച്ച് അപ്സൈഡ് പൊട്ടൻഷ്യൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാമെന്നാണ് നവോമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം നിർമ്മൽ ബാങ്ക് എന്ന ബ്രോക്കേജ് ഏജൻസി 280 രൂപയുടെ ടാർഗറ്റും സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. വാല്യൂഷനുമായി ബന്ധപ്പെട്ട കൺസേണാണ് നിർമ്മൽ ബാങ്ക് പുറത്തു വിട്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 280 സ്ട്രോങ് സപ്പോർട്ടാണ്. 280 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്തുമ്പോൾ പലപ്പോഴും ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 310 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 325, 340 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇറാഡയുമായി ബന്ധപ്പെട്ടതാണ്. ഇറാഡ 4,500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 8.37% ഉയർന്ന് 258 ട്രേഡ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോഴും ഡിസ്കൗണ്ടിലാണ്. 310 ഓൾ ടൈം ഹൈ. ഇനി ഇറാഡ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാഡ എന്ന സ്റ്റോക്കിന് ചില അനലിസ്റ്റുകൾ നൽകുന്ന റേറ്റിംഗും ടാർഗറ്റും ഒന്ന് മനസ്സിലാക്കാം. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഫിലിപ്പ് ക്യാപിറ്റൽ ഇറാഡയ്ക്ക് സെൽ എന്ന റേറ്റിംഗും 130 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന മൂവ്മെൻറ്റ് പാസീവ് ഫണ്ട് ഇൻഫ്ലോ വഴിയാണ്, അല്ലാതെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിൽ മാറ്റം വന്നതുകൊണ്ടല്ല എന്നാണ് ഫിലിപ്പ് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ICICI ഡയറക്റ്റിൻ്റെ അനലിസ്റ്റ് പറയുന്നത് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 49 ടൈംസായി 2026 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഉയർന്നേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബൈ എന്ന റേറ്റിംഗും 330 രൂപയുടെ ടാർഗറ്റ് നൽകുന്നുണ്ട്. ടെക്നിക്കലി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 245 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 270 എന്ന ലെവലിന് മുകളിലുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 300, 320 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർത്തിയേക്കും. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 280, 300 തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്കിന് സ്ട്രോങ് റെസിസ്റ്റൻസ് ലഭിക്കാനും സാധ്യതയുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 295 കോടിയിൽ നിന്നും 384 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഇറാഡ എന്ന സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിന്നും അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി വരികയാണ്. ഇവിടെ 250 മുകളിൽ വരും ദിവസങ്ങളിലും സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിലെ ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്